പിന്നെ കൂട്ടിയിട്ട മണ്ണിൻ്റെ ഒരു ഭാഗത്തുകൂടിയാണ് വെള്ളം വരുന്നത്. മറ്റേ ഭാഗത്തുകൂടി വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല. നമസ്കാരം. ഗോഡ്ഫാദർ സിനിമയിലെ 500-ാം മുതലാളി മക്കളായ ബാലരാമനെയും സ്വാമിനാഥനെയും രാമഭദ്രനെയും കൂട്ടി കടപ്പുറം കാർത്തിയായനെ കാണാൻ പോകുന്ന ടൈറ്റിൽ സീനാണ് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. അച്ഛൻ കുടയും പിടിച്ച് നടുക്ക്, മക്കൾ രണ്ടു വശത്തും, പിന്നാലെ ഒരു സംഘം ആളുകളും. ഇതാ പിണറായി തൻ്റെ പ്രായാധിക്യമെല്ലാം മറന്ന് 500-ാനല്ല 1000-മായി താൻ ഉണ്ടാക്കി വെച്ച ദുരന്ത ഭൂമിയിൽ എത്തിയിരിക്കുന്നു. കാർന്നോർക്കിപ്പോൾ കാലിനൊരു കുഴപ്പവുമില്ല. ഭൂമിയിൽ സ്പർശിക്കും, ചെളിവെള്ളത്തിലിറങ്ങി നടക്കും, മുണ്ട് മടക്കി കുത്തും, എത്ര ദൂരം വേണമെങ്കിലും നടക്കും. നനയാതിരിക്കാൻ തലയിലൊരു തൊപ്പി വെച്ചു കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ ഗോവിന്ദനും ഒത്തൊരു സവാരി ആദ്യമായിട്ടാണ്. കൂടെ MP ജയരാജനും ഉണ്ടായിരുന്നു. എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചാൽ, തുരങ്കത്തിൻ്റെ ആദ്യ വെടി പൊട്ടിച്ചതും തുടങ്ങി വെച്ചതും ഞാനാണെങ്കിലും ഞാൻ ആ പഴയ വിജയനല്ല എന്ന് പറയാനാണ്. ബ്ലാസ്റ്റിംഗ് നടത്തുമ്പോൾ ഭരണത്തിലിരുന്ന വിജയനല്ല ഈ വരുന്ന വിജയൻ. എൻ്റെ കൈകൾ ശുദ്ധമാണെന്നും മടിയിൽ കനമില്ലെന്നും കാണിക്കാനുള്ള വരവാണ്. അധികാരവും ആളകപ്പടിയും കയ്യിൽ നിന്ന് പോയപ്പോൾ ഒരു മനുഷ്യൻ എത്രമാത്രം മാറി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് പിണറായിയുടെ ജീവിതം. സ്നിക്കേഴ്സിൻ്റെ ഒരു പരസ്യം ടെലിവിഷനിൽ വരുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? വിശക്കുമ്പോൾ നിങ്ങളല്ലാതാകും. പ്രതിപക്ഷ നേതാവായപ്പോൾ പിണറായി വിജയൻ പഴയ വിജയൻ അല്ലാതായി. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ VS അച്യുതാനന്ദൻ ഇതുപോലെ കാടും മലയും ഒക്കെ കയറിയിട്ടുണ്ട്, കണ്ണട്ടയുടെ കടി കൊണ്ടിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറിയായിട്ടിരിക്കുന്ന കാലത്തും പരവതാനിയിലൂടെ അല്ലാതെ പിണറായി വിജയൻ മണ്ണിലിറങ്ങി നടന്ന ചരിത്രമില്ല. പുതിയ സർക്കാർ മണ്ണ് കൂട്ടിയത് മാറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഈ ദുരന്തമുണ്ടായതത്രേ. കൂട്ടിയിട്ട മണ്ണിൻ്റെ ഒരു ഭാഗത്തുകൂടി മാത്രമേ വെള്ളം വന്നുള്ളൂ. നടുക്കുകൂടി വന്നായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഫലം? ആപതി കിം കരണീയം. പിണറായി വിജയൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഒന്നും സംഭവിക്കാതിരുന്നത്. സർക്കാർ യഥാസമയം അലർട്ട് പ്രഖ്യാപിക്കാതിരുന്നതാണ് അത്രേ കുഴപ്പമായത്. പിണറായി വിജയൻ ഭരണത്തിലിരിക്കുമ്പോൾ ദേവലോകത്തു നിന്നും ഇന്ദ്രൻ്റെ ഓഫീസിൽ നിന്നും നേരിട്ട് ബന്ധപ്പെട്ട് അലർട്ട് കൊടുക്കുകയായിരുന്നു പതിവ്. ഓഖി ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ എത്ര കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് പിണറായി സർക്കാർ കൊടുത്തിരുന്നത്. ഇന്ന് മഴ പെയ്യുകയാണെങ്കിൽ ഒരാഴ്ച മുമ്പ് തന്നെ അവർ അലർട്ടുകൾ കൊടുക്കുമായിരുന്നു. വിജയൻ്റെ കാലത്ത് സ്വന്തമായി ശാസ്ത്ര ഉപദേഷ്ടാവൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2018-ലെ പ്രളയകാലം ഓർമ്മയില്ലേ? ദാ വെള്ളം വരുന്നുണ്ട്, എല്ലാവരും മാറിക്കോളിൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവർക്കും ഓടി മാറാൻ കഴിഞ്ഞു. ഇറങ്ങാൻ മടിച്ച പ്രളയജലത്തെ പിണറായി വിജയനും അന്തം കമ്മികളും ചേർന്ന് തള്ളി അറബിക്കടലിൽ ചാടിക്കുകയായിരുന്നു. ഓഖി ദുരന്തം വന്ന് നൂറുകണക്കിന് ആളുകൾ കടലിൽ കാണാതായപ്പോൾ ആ പ്രദേശത്തോട്ട് തിരിഞ്ഞു നോക്കാത്ത പുള്ളിയാണെന്ന് ഓർക്കണം. പക്ഷേ ആ സമയത്ത് തന്നെ ഗോകുലം മുതലാളിയുടെ പിതാവ് മരിച്ചു, അവിടെ അടക്കിന് പോയിരുന്നു. ഒടുവിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനും വന്ന് ജനങ്ങളെ ആശ്വസിപ്പിച്ച് പോയ ശേഷമാണ് ആ കടപ്പുറത്തേക്ക് പോകാൻ പിണറായി വിജയന് കഴിഞ്ഞത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ മത്സ്യത്തൊഴിലാളികൾ തെരണ്ടിവാലിന് കുമിറ്റാൻ ചെന്നു. അവിടെ നിന്നും കാറ് മാറിക്കയറി രക്ഷപ്പെട്ടു പോരുകയായിരുന്നു. വയനാട്ടിൽ മുൻപ് വൻ ദുരന്തമുണ്ടായപ്പോൾ ഒരു 10 മിനിറ്റ് പോലും അവിടെ നിൽക്കാൻ ഇദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. ഞാൻ അങ്ങോട്ട് കയറിയാൽ കാലിൽ ചെളി പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് 10-ാം മിനിറ്റിൽ തിരിച്ചു പോന്നു. ഇപ്പോൾ പിണറായി വിജയൻ ഒരു ഒറ്റ ദുഃഖമേ ഉള്ളൂ. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇതുകൂടി നടന്നിരുന്നെങ്കിൽ ആ ദുരിതാശ്വാസ പെട്ടി കൂടി തുറന്നു വെച്ച് ഭൂതത്താനെ പോലെ കാവലിരിക്കാമായിരുന്നു. ദുരന്തങ്ങൾ ഉണ്ടായ ശേഷം പെട്ടി തുറക്കുന്ന സമയത്ത് മാത്രം പിണറായി വിജയൻ്റെ മുഖഭാവത്ത് എന്തൊരു ദൈന്യതയാണ്. ദുരിതാശ്വാസ നിധിയിൽ കാശ് കൊടുത്താൽ ഈ സർക്കാർ കബളിപ്പിക്കുമെന്ന് പറഞ്ഞവരെയൊക്കെ അന്ന് പിടിച്ച് അകത്താക്കാൻ ശ്രമിച്ചു, കേസെടുത്തു. എന്തായാലും ഭരണം പോയി പ്രതിപക്ഷത്തിരിക്കുന്ന കാലത്ത് ഈ 82-ാം വയസ്സിൽ ഈ മനുഷ്യന് സംഭവിച്ച ഗതികേട് നോക്കണേ. ഗോവിന്ദനും MP ജയരാജനും മുണ്ട് മടക്കിക്കുത്തി ഇദ്ദേഹത്തിൻ്റെ പിന്നാലെയുണ്ട്. എന്ത് കാണാൻ വന്നതാണെന്ന് ആർക്കും അറിയില്ല. എല്ലാം ഒപ്പിച്ചു വെച്ച് വേണ്ടാത്തടത്ത് പോയി വെടിവെച്ചിട്ട് പോയ മനുഷ്യനാണ്. മനുഷ്യരുടെ കുരുതി നടന്നു കഴിയുമ്പോൾ സമാശ്വാസത്തിനായി ഓടിയെത്തി സർക്കാരിന് ആപ്പടിക്കുക, അതിനുള്ള വരവാണിത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി 4 വോട്ട് തട്ടാൻ വേണ്ടി ഇരട്ടത്തുരങ്കം മാന്തിയിട്ട് പോയ പുള്ളിയാണെന്ന് ഓർക്കണം. ഇപ്പോൾ ഇദ്ദേഹവും നേതാക്കന്മാരും പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് മണ്ണ് കൂട്ടിയിട്ടത് മാറ്റാത്തത് കൊണ്ടാണ് അപകടമുണ്ടായതെന്നാണ്. എന്നാൽ അതല്ലെന്ന് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. മലയുടെ മുകളിൽ നിന്നും മരങ്ങൾ ഉൾപ്പെടെ ഒരു ഭാഗം ഇടിഞ്ഞ് ശക്തമായി താഴേക്ക് വരികയായിരുന്നു. അങ്ങനെയാണ് കൂട്ടിയിട്ട മണ്ണും ഒലിച്ചു പോയത്. പരിസ്ഥിതി ദുർബല പ്രദേശത്ത് ബ്ലാസ്റ്റിംഗ് തുടർച്ചയായി നടത്തിയപ്പോഴുണ്ടായ മണ്ണിളക്കമാണ് എല്ലാത്തിനും കാരണം. അത് ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ്റെ ഐശ്വര്യമുള്ള കരങ്ങൾ കൊണ്ടായിരുന്നു. എത്രയോ പേരെ മനുഷ്യനിർമ്മിതമായ വെള്ളപ്പൊക്കത്തിൽ മുക്കിക്കൊന്ന ഒരു സർക്കാരിൻ്റെ തലവനാണ് ഈ പിണറായി വിജയൻ.
തൻ്റെ വരവും പ്രസംഗവും ഇന്ന് തന്നെ വൈറലാകുമെന്ന പ്രതീക്ഷയിലാണ് കാർന്നോര്. ഇത്രയൊക്കെ നടക്കാനും ചെളിയിൽ ചവിട്ടാനുമൊക്കെ കഴകത്തുള്ള ഈ മനുഷ്യൻ എന്തിനാണ് നവകേരള സദസ്സ് നടത്തിയ സകല സ്കൂളുകളുടെയും മതിൽ പൊളിച്ചു കളഞ്ഞത്? ഈ കാഴ്ചകൾ കാണുന്നവർ തന്നെ അപ്പോൾ തന്നെ മാർക്കിടും പിണറായി വിജയൻ്റെ കാപട്യത്തിന്. പരിസ്ഥിതി ലോല പ്രദേശമാണെന്നുള്ള കാര്യം ആ സർക്കാർ മനഃപൂർവ്വം മറന്നു. അങ്ങനെ ചെയ്താലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റി ഒന്നും ഓർത്തില്ല. കിട്ടിയ കമ്മീഷൻ വാങ്ങാൻ മരുമോനും അമ്മാശനും ചേർന്ന് ഒരു ടൂർ പ്രോഗ്രാമും വെടിവെപ്പും നടത്തി. അല്ല സാറേ, നിങ്ങൾ പറയുന്നത് റെഡ് അലർട്ട് കൊടുക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഈ മണ്ണിടിച്ചിൽ എന്നല്ലേ? എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ നിങ്ങൾക്കുള്ള അലർട്ട് നൽകിയിരുന്നതല്ലേ? പഠനം നടത്താതെ ഈ അപകടകരമായ പ്രവൃത്തി ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ കേട്ടുവോ? ആരോ പറഞ്ഞിളക്കി ഉന്തിത്തള്ളി വിട്ട പോലെയാണ് ഇന്ന് പിണറായി വിജയൻ വയനാട്ടിലെത്തിയത്. താൻ സന്ദർശിച്ചില്ലെങ്കിൽ പിന്നെന്തോത്തിന് ഇരിക്കുവായെന്ന് പറഞ്ഞ് KN ബാലഗോപാൽ ഉന്തിത്തള്ളി വിടുമോ എന്ന് പേടിച്ചു പോയി. കൂടെ കൂട്ടിന് വിളിച്ചു കൊണ്ടുവന്ന പുള്ളികളാണ് ഗംഭീരം, ഗോവിന്ദനും MBA ജയരാജനും. ഇതിപ്പോൾ ഈ പാർട്ടിയും പ്രതിപക്ഷവും വല്ലാത്തൊരു വെട്ടിൽപ്പെട്ടിരിക്കുകയാണ്. വാതുറന്നു വല്ലതും പറഞ്ഞു പോയാൽ നാട്ടുകാർ ഓർത്തോർത്ത് ചിരിക്കും. പറഞ്ഞില്ലെങ്കിൽ കമ്മികൾക്ക് അസ്വസ്ഥതയുണ്ടാകും, പ്രവർത്തകർ നിരാശയിലാകും. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനം കാണുമ്പോഴറിയാം ഈ നാട്ടിൽ നടക്കുന്നതും തൻ്റെ ഭരണകാലത്ത് തുടങ്ങിവെച്ചതുമായ ഒരു കാര്യത്തെപ്പറ്റിയും യാതൊരു ധാരണയും ഈ മനുഷ്യരില്ലെന്ന്. ഇപ്പോഴും കീറക്കടലാസിൽ ആരെങ്കിലും എഴുതി കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം വായിൽ വരുന്നതൊക്കെ പറയും. പിണറായി വിജയൻ്റെ ഭരണകാലത്തെ ഡാം മാനേജ്മെൻറ്റും അലർട്ടുകളും ബഹുകേമമായിരുന്നല്ലോ. പെരുമഴ പെയ്തപ്പോൾ ഡാം തുറന്നുവിട്ടതാണ് ഇങ്ങനൊരു മഹാപ്രളയം ഉണ്ടാകാൻ കാരണമെന്ന് ഒരുമാതിരിപ്പെട്ട മനുഷ്യർക്കെല്ലാം അറിയാം. കരിമണൽ സംഭരിക്കാൻ തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നു കൊടുക്കാനും വൈകി. ആ സ്പിൽവേയിലൂടെ വേണം ജലം കടലിലെത്താൻ. അത് അടച്ചു വെച്ചതുകൊണ്ടാണ് പ്രളയം അതിരൂക്ഷമായത്. അങ്ങനെ എത്രയോ മനുഷ്യരെ ഈ പിണറായി ഭരണം കുരുതി കൊടുത്തു. എന്നിട്ടിപ്പോൾ കണ്ണീരും കലക്കവെള്ളവുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഒരു അപകട സ്ഥലത്ത് താൻ നേരിട്ട് കണ്ട കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് വിവരിക്കാൻ പോലും എന്തിനാണ് ഈ മനുഷ്യൻ കടലാസ് നോക്കി വായിക്കുന്നത്? സകലയിടങ്ങളിലും പൊരുതി തോറ്റുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷത്തിന് ഇപ്പോൾ നടന്ന വയനാട് ദുരന്തം ഒരാശ്വാസമായതുപോലെയായിരുന്നു. അവിടെ ഒന്ന് വന്ന് ജനങ്ങളെ ആശ്വസിപ്പിക്കുമ്പോൾ നഷ്ടപ്പെട്ട ഇമേജ് എല്ലാം തിരിച്ചു കിട്ടുമെന്നൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നു. സ്വന്തം പാർട്ടിയുടെ കാര്യത്തിൽ പോലും ആശയവ്യക്തതയോ അഭിപ്രായ സമന്വയമോ ഇല്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തനി കോമാളികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുള്ളികൾക്കറിയാമോ പരിസ്ഥിതി ലോലം എന്താ, പശ്ചിമഘട്ടം എന്താ, പ്രകൃതി ദുരന്തങ്ങൾ എന്താ എന്നൊക്കെ. മുണ്ടും മടക്കിക്കുത്തി മൂന്നും കൂടി ഒന്ന് വന്നുപോയതിൻ്റെ ആശ്വാസത്തിലാണിപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ. അവർക്കിനി സ്വസ്ഥമായി കിടന്നുറങ്ങാം. കാരണം പ്രതിപക്ഷം തങ്ങളോടൊപ്പം മുണ്ടും മടക്കിക്കുത്തി ഉണ്ടല്ലോ എന്ന വിശ്വാസം. അതുകൊണ്ട് ഭയം വേണ്ട, ജാഗ്രത മതി.